ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ശബരിമല വിഷയം ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ശബരിമലയെക്കുറിച്ച് പറയരുതെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആരാണ് അധികാരം നൽകിയതെന്നായിരുന്നു കെ സുരേന്ദ്രൻ ചോദിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയാക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ ചോദിച്ചിരുന്നു. ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം പാർട്ടി ചർച്ച ചെയ്യരുതെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല. ബാബറി മസ്ജിദിനെ കുറിച്ച് പറയാം, എന്നാൽ ശബരിമലയെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് ഇരട്ടത്താപ്പാണെന്നാണ് സുരേന്ദ്രൻ ആരോപിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, പരതുന്ന പാടില്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ്. അല്ലാതെ ഒരു വിഷയം ചർച്ച ചെയ്യരുത് എന്ന് ഒന്നില്ല. സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. കമ്മീഷൻ അമിതാധികാരം ഉപയോഗിക്കുകയാണെന്നും സുരേന്ദ്രൻ ഒരു ചാനൽ ചർച്ചയിൽ ആരോപിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു, എന്നാൽ വിധിയുടെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും സാധാരണമാണ്. അവിടെ ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കാത്തവരാണ് ഇപ്പോൾ ശബരിമല ചർച്ച ചെയ്തത് എന്ന് ആവശ്യപ്പെടുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. CPM ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതും കോൺഗ്രസ് പശുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രശ്നമൊന്നുമില്ല, ശബരിമല മാത്രമാണ് പ്രശ്നമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭാഗം പിടിച്ചുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഉള്ളിൽ നിന്ന് ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പറ്റണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ശബരിമല പ്രചാരണ വിഷയമാക്കരുത് എന്ന് പറയാൻ ആർക്ക് അവകാശമില്ല എന്നും വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇത് ആർക്കും തടയാനാകില്ല എന്നും ശബരിമലയെ തകർക്കാൻ പിണറായി വിജയനും കൂട്ടരും നടത്തിയ ഗൂഢനീക്കം ജനങ്ങളോട് പറയുക തന്നെ ചെയ്യും എന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ചട്ടങ്ങളും നിയമങ്ങളും അറിഞ്ഞു തന്നെയാണ് ഞങ്ങളും പൊതുരംഗത്ത് നിൽക്കുന്നത് എന്നാണ് സുരേന്ദ്രൻ വെല്ലുവിളിച്ചത്. അമിതാധികാര പ്രയോഗം നടത്തിയാൽ അത് അംഗീകരിക്കാൻ അഭിമാനമുള്ളവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ വെല്ലുവിളിച്ചിരുന്നത്. കള്ളവോട്ട് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതെന്ന് BJP കോർ കമ്മിറ്റി യോഗത്തിൽ എത്തിയ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള മതപരമായ വിഷയങ്ങൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും വിധം പ്രചാരണ ആയുധമാക്കാനാകില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നേരത്തെ അറിയിച്ചിരുന്നു. 2018 സെപ്റ്റംബർ 25 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി അടിസ്ഥാനമാക്കി ഇത് കടുത്ത ചട്ടലംഘനമായി കണക്കാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ശബരിമലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഇത് ബാധകമല്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത്. സ്ഥാനാർത്ഥികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളുടെയും വിവരങ്ങളും മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് കെ സുധാകരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തെറ്റാണെന്നും കമ്മീഷൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ നിയമാനുസൃതമായ നടപടികളിലേക്ക് UDF നീങ്ങും എന്നാണ് സുധാകരൻ പറഞ്ഞിരുന്നത്. കമ്മീഷൻ നടപ്പിലാക്കുന്നത് ആരുടെ നിർദ്ദേശമാണെന്നും പരിഹാസമായ തീരുമാനം കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ശബരിമല വിഷയം ചർച്ച ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകില്ല എന്നും സുധാകരൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.